പി.കെ. വാസുദേവൻ നായരെ കുറിച്ചാണ്. മുൻ മുഖ്യമന്ത്രി, ലാളിത്യത്തിൽ ജീവിച്ച പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ 20ാം ചരമവാർഷിക ദിനമാണിന്ന്. 1978 മുഖ്യമന്ത്രിയായിരിക്കെ തൃശ്ശൂരിലെ വളരെ ഉൾനാടൻ ഗ്രാമത്തിൽ പി.കെ.വി. ഒരു പരിപാടിക്ക് പോയി. വഴിമത്തിയെ അദ്ദേഹം സഞ്ചരിച്ച ജീപ്പ് കേടായിപ്പോയി. ആളുകളാണെങ്കിലോ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുകയാണ് പി.കെ.വിയുടെ. പി.കെ.വി. കാര്യം അറിഞ്ഞു. എങ്ങനെയും അവിടെ എത്താൻ കഴിയില്ല. പി.കെ.വി. ജീപ്പിൽ നിന്നിറങ്ങി. ഒട്ടും മടിക്കാതെ അദ്ദേഹം ഇറങ്ങി നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് വലിയ അത്ഭുതം തോന്നി. മുഖ്യമന്ത്രിയായിരുന്ന ഒരാളാണ് ഈ ഇടവഴി താണ്ടി ഇങ്ങനെ നടന്നു പോകാൻ പോകുന്നത്. കുറേ ദൂരമുണ്ട് താനും. സഖാവെ, നമുക്ക് വേറെ വണ്ടി ഏർപ്പാടാക്കാം, ഇത്രയും ദൂരം നടക്കുന്ന അങ്ങേക്ക് ബുദ്ധിമുട്ടാകും ഒരുത്തൻ കയറി പറഞ്ഞു. അതൊന്നും പ്രശ്നമല്ല, നമ്മൾക്ക് സമയത്തിന് അവിടെ എത്തണം, ആളുകളോട് നമ്മളെ കാത്തിരിക്കുകയല്ലേ. പി.കെ.വി. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മറുപടി പറഞ്ഞു. കിലോമീറ്ററുകളോളം പി.കെ.വി. നടന്നു. അവസാനം പ്രസംഗ സ്ഥലത്ത് എത്തിച്ചേർന്നു. വേർത്ത് കുളിച്ച് നന്നായിട്ട് ക്ഷീണിതരായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ നല്ലൊരു പ്രസംഗവും ജനങ്ങളോട് നടത്തി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അന്ന് കൂടുതൽ കരുത്തുണ്ടായിരുന്നു. കാര്യം നല്ല എക്സർസൈസ് കിട്ടിക്കാണുമല്ലോ. ഇത്തിരി കൂടുതൽ നടന്നു. പ്രസംഗം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഒരു പ്രവർത്തനം അദ്ദേഹത്തോട് പതുക്കെ ചോദിച്ചു, സഖാവേ, എന്തിനായിരുന്നു നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയത്? ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ കാൽനടയായി പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. പി.കെ.വി. ഒന്ന് ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, അധികാരം ഒരു താൽക്കാലിക കാര്യമാണ്, ജനങ്ങളുള്ള നമ്മുടെ കടപ്പാടാണ് ഏറ്റവും പ്രധാനം. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് പി.കെ.വി. അയാളോട് പറഞ്ഞു കൊടുത്തു. ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുകയും ചെയ്യുന്ന ഒരു നേതാവിനെയാണ് ജനങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അധികാരത്തിൻ്റെ മായ കാഴ്ചകളൊന്നും അകപ്പെട്ടു പോകാതെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ് നല്ല നേതാക്കന്മാരും നല്ല പൊതുപ്രവർത്തകരും. മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം സർക്കാരിൻ്റെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറിയിരുന്നൊക്കെ വലിയ വാർത്തയായിരുന്നു. അത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പദം കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകുന്നൊരു ഫാസ്റ്റ് പാസഞ്ചറിൽ കയറിയിരുന്ന് തമ്പാനൂരിൽ നിന്ന് നേരെ വെച്ച് പിടിച്ചതൊക്കെ അന്ന് വാർത്തയായിരുന്നു. കാരണം ഒരു പൊതുപ്രവർത്തകൻ, പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ KSRTC പോലെ സർവീസിൽ കയറുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുന്ന ഇക്കാലത്ത് പി.കെ.വിയെ പോലെയുള്ള ആളുകൾ ഉയർത്തിക്കെട്ടിയ പന്തമാണ്, തത്വദീക്ഷയുടെ ഉയർത്തിക്കെട്ടിയ പന്തം. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ എണ്ണം എല്ലാ പാർട്ടിയിലും കുറയുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിലാക്കുന്നത്. ജനങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ആർഭാടത്തിൽ ജീവിക്കുന്ന പൊതുപ്രവർത്തകരെയാണോ നമുക്ക് ആവശ്യം എന്ന്. അതല്ല, ലാളിത്യമുള്ളവരെ തന്നെയാണ്.